എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കാണാം. നമ്മുടെ വിഷയം പതിവ് പോലെ തന്നെ പ്രണവ് പ്രവീൺ തന്നെയാണ്. ഈ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ യോജിക്കുമോ യോജിക്കില്ലയോ, ഇവർ ചെയ്യുന്ന കള്ളമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മൂത്തവയൻ, അതായത് മൃദുലയുടെ ഹസ്ബൻഡായിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിലും എല്ലാം ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തോന്ന് കരുണ കിട്ടാൻ? സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടൻറ്റ്. കരുണ കിട്ടണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണമായിരുന്നു. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. നിലവിലെ പ്രശ്നത്തെ റീച്ചിന് വേണ്ടി കിട്ടോ ബ്രോ? നിങ്ങൾ എന്തിനാണത് യൂട്യൂബിലെടുത്തിട്ടത് കൊണ്ടാണ് അങ്ങനൊരു സാഹചര്യം അവിടെ ഉടലെടുത്തത്. നിങ്ങളപ്പോൾ അത് യൂട്യൂബിലിടുക, അത് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. അതെന്തിനാണ് യൂട്യൂബിലിട്ടതെന്നുള്ള എൻ്റെ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ. ബാക്കി ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളി നടന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ മാത്രം നഷ്ടമാണ്. നമുക്കെല്ലാം അത് വീണ്ടും ഒരു കണ്ടൻറ്റ്, അത്രേ ഉള്ളൂ. അല്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും മറ്റേ ആരാൻ്റെ അമ്മൂമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണെന്നല്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അത് കണ്ടൻറ്റ്, കാണുന്നവർക്ക് അതൊരു പരിഹാസം. ഇങ്ങനത്തെ രീതിയിൽ തന്നെയായിരിക്കും അത് പോകുന്നത്. ഇതിനെ തുടർന്ന് ഇവർ ഈ വീഡിയോ എല്ലാം പ്രൈവറ്റാക്കി. അതിനെ തുടർന്ന് നമ്മുടെ കൊച്ചുവും ഇദ്ദേഹത്തിൻ്റെ അനിയനും വീഡിയോ എല്ലാം പ്രൈവറ്റാക്കി. അപ്പോൾ ഈ പ്രശ്നമൊന്ന് തണുത്തു അടങ്ങി എന്നിരുന്ന സാഹചര്യത്തിൽ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ വീഡിയോ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വെക്കുന്നില്ല. ഡീറ്റെയിൽസ് ഒന്നും വെക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് വീഡിയോ ഈസ് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ബൈ മഴവിൽ കേരളം, ആൻറ്റി പ്രൈവസി വാർണിംഗ്, ദിസ് കണ്ടൻറ്റ് ഈസ് കോപ്പിറൈറ്റ് ടു മഴവിൽ കേരളം, എനി അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ. അങ്ങനെ ആ സാധനം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കോപ്പിറൈറ്റ് അടിച്ച് തരും, എൻ്റെ പൊന്നളയോ, അതുകൊണ്ട് എൻ്റെ കണ്ടൻറ്റ് ഒന്നും എടുത്തുകൊണ്ട് പോകില്ലെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ അവർക്ക് എന്ത് ചെറ്റത്തരവും കാണിക്കാം, അതാണ് അതിനകത്ത് ബേസിക് ഹൈലൈറ്റ്. അപ്പോൾ ഇവരുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രണവിനെയും പ്രവീണിനെയും വിളിച്ചിട്ട് ഇവരുടെ ഇടയിൽ നിന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, ഇവരെ ഒന്നിപ്പിക്കാനുള്ള കാര്യം നോക്കുന്നു. അതിന് ഈ മഴവിൽ കേരളം കൊടുത്തിരുന്ന തംബ്നെയിൽ എന്ന് പറയുന്നത് അത് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, വായിക്കുന്ന മാത്രമേ ഉള്ളൂ. എനിക്കും മൃദുലയ്ക്കും പരാതിയില്ല, അവർ എൻ്റെ കുടുംബം, പ്രണവ് ഒന്നിക്കുന്നു, പ്രതികരിച്ച് പ്രവീൺ, ഹ്യൂമൻ റൈറ്റ്സ് ഇടപെടൽ, അതാണ് സംഭവം. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഇടപെട്ടു എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ശരിക്കും അത് ഹ്യൂമൻ റൈറ്റ്സ് അല്ല, ശരിക്കും അത് ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം, അതിലെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ആശ തൃപ്പൂണിത്തറയാണ് അതിനകത്ത് വന്നിട്ട് സംസാരിച്ചത്. ഇത് കാണുമ്പോൾ, അതായത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മറ്റേ പൗലോസ് പോലീസ് എന്നില്ലേ, അതേപോലെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സംസ്ഥാന പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അല്ല. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമത്തിൻ്റെ ഒരു സംഭവമാണ്. അതേസമയം ഈ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറയുന്നത് ഒരു NGO ആണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ആൾക്കാരുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ കണ്ടു കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് ഇതിൽ കേസെടുക്കാനും അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടപെട്ടിട്ട് പോലീസുകാരോ ഇതോടെ ഒരു പ്രശ്നമുണ്ടെന്ന് ഉള്ള രീതിയിൽ അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ഇവർക്ക് ഡയറക്റ്റ് കേസ് എടുക്കാനോ എടുപ്പിക്കാനോ ഒന്നും പറ്റില്ല. ഇങ്ങനൊരു സാധനം മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്നൊരു റൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചാനലിൽ പ്രശ്നം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആശ തൃപ്പൂണിത്തറ വന്നിട്ട് ആ വീഡിയോയിൽ ഘോരം ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേനും അതിനകത്ത് പ്രണവുമായിട്ടും പ്രവീണുമായിട്ട് സംസാരിച്ചു. ഇവർ തമ്മിലുള്ള സംസാരം ഈ പുള്ളിക്കാരി ഡയറക്റ്റ് ഫോണിൽ സ്പീക്കർ ഓണാക്കി റെക്കോർഡ് ചെയ്ത് അത് മഴവിൽ കേരളം എന്ന ചാനലിലൂടെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് ഈ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ഒരു
പ്രൈവസിയാണ് അവിടെ ബ്രീച്ച് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ചാനലുമായിട്ട് മഴവിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രവീണിന് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിൽ വന്നതാണ്. ഫ്ലാഷ് ബാക്ക് നമുക്കൊന്ന് കേൾക്കാം. ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലോഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് അപ്പം അതിനും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംബ്ലെയിനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംബ്ലെയിനും ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു. മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അവർ 2-3 പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിന്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും എനിക്ക് പേഴ്സണലി ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കൊടുക്കുമായിരുന്നു. നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വക്കീൽ ആരാങ്ങാണ്ടാണ് വന്നതെന്ന് അറിയാണ്ട് സാധിച്ചത്. അതും ആദ്യമൊന്നും ഒരു റെസ്പോണ്ട് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തംബ്ലെയിൻ റിമൂവ് ചെയ്ത് തംബ്ലെയിൻ മാറ്റി തന്നത് അപ്പോഴാണ്. അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല, അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ, ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ, ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല. ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ വിളിച്ചിട്ട് പോലും അവർ ഇതുവരെയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച ആ ഒരു മാഡം, എന്നെ വിളിച്ച ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മാഡം, അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യം റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു. പിന്നെ അവരെ വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ, അതാണ് ചെയ്തു. അതാണ് സംഭവം. അതായത് പുള്ളിക്കാരനെ ഹ്യൂമൻ റൈറ്റ്സ് പുള്ളിക്കാരി ഫുള്ള് പറഞ്ഞു കേട്ടോ, ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആശയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ സംസാരിച്ചത്. പക്ഷേ എത്ര പേർക്കറിയാം ഈ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറയുന്നതും ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്നും. അപ്പോൾ ഇവരും വിശ്വസിച്ചു. അപ്പോൾ ഈ പ്രവീൺ ആദ്യം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല, നേരിട്ട് സംസാരിക്കണം, ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വായോ എന്ന് പറയുമ്പോൾ അവർ സംസാരിച്ചത് എടുപ്പിക്കുകയാണ്. ഇത് ഒരു ചാനലിൽ, ഒരു യൂട്യൂബ് ചാനലിൽ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന ഉദ്ദേശത്തോടെ തന്നെ റെക്കോർഡ് ചെയ്യുന്നൊരു സാധനം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, അദ്ദേഹത്തിൻ്റെ പ്രൈവസി ബ്രീച്ച് ചെയ്തിട്ട് എടുക്കുന്ന സാധനം. തുടക്കത്തിൽ പറയുന്നത് ഞാൻ ഇന്ന ആളാണ്, ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്, താങ്കളുടെ ഭാര്യയ്ക്ക് നേരിട്ട പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ റെക്കോർഡറാണെന്നോ, ഇത് ഇന്ന ചാനൽ മുഖാന്തരമാണ് വിളിക്കുന്നത്, ഇന്ന ചാനൽ ഇത് പ്രത്യക്ഷപ്പെടും, താങ്കൾക്ക് അത് ഓക്കെ ആണോ എന്ന രീതിയിലൊന്നും ചോദിച്ചിട്ടില്ല. അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈവസി പൂർണ്ണമായിട്ടും അവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ആശ തൃപ്പൂണിത്തറ മേഡം പറയുന്നുണ്ടായിരുന്നു, അനിയൻ ചേട്ടൻ ഈഗോ ആണ് ഇതിനകത്ത് ബേസിക് സംഭവമെന്ന്. അപ്പോൾ അവരതിനകത്തൊരു അനാലിസിസും എടുത്ത് അവർ പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം പറയുന്നുണ്ട്, പണി കിട്ടുമെന്ന് തോന്നുമ്പോൾ എടുത്ത് പുറത്തിടാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന വ്ളോഗേഴ്സാണ്. ഇവരുടെ മൈൻഡിൽ ആദ്യം ഓടുന്ന എന്ത് സംഭവിച്ചാലും വീഡിയോ എടുക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നൊരു മേഖലയുണ്ടല്ലോ, ആ മേഖല ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളുടെ ഒരു പൂത്ത കാശുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ആദ്യം പോകുന്നത്, പൂത്ത കാശുണ്ട്, അവനെ കൊണ്ടൊരു അക്കൗണ്ട് എടുപ്പിക്കാം, അവനൊരു LIC കൊടുക്കാം, ഇതാണ് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് പോകുന്നത്. നേരെ തിരിച്ച് നോക്ക്, വേറൊരു തട്ടിപ്പ് നടത്തുന്നവനാണെങ്കിൽ അവൻ്റെ പൂത്ത കാശുണ്ട്, അത് നമുക്ക് അടിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അതേ സംഭവമാണ് ഇവിടെ. ഇവർ വ്ളോഗിങ് ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം വീഡിയോ എടുക്കാൻ ഇവരുടെ മൈൻഡിൽ വരൂ. അതാണ് അവരതിനകത്ത് ചെയ്തു വെച്ചത്. ഓക്കെ, എന്നിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു, ഇവർ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള ഇതില്ല, നമ്മൾ കേസെടുത്താലും വൈഫിൻ്റെ ഒരു സമ്മതം ഇല്ലാതെ മുന്നോട്ട് പോകില്ല എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇവരുടെ ഒരു പ്രൈവസി എന്ന് പറയുന്ന സാധനം ആടാപാടല ബ്രീച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനം ഞാൻ കേൾപ്പിക്കാം കേട്ടോ, നിങ്ങളിതൊന്ന് കേട്ടോ. The right to privacy is an implicit part of the right to life and personal liberty, which is guaranteed by Article 21 of the Constitution of India.
The Supreme Court of India unanimously ruled in 2017 that the right to privacy is a fundamental right and is protected under Article 21. The right to privacy includes the right to be let alone, protect personal information, protect communication, protect decisions, protect movements, protect personal choices, protect partners, and protect eating habits. ഓക്കെ, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒരാളുടെ പ്രൈവസി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ആർട്ടിക്കിൾ 21 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നൊരു സാധനമാണ്. അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന സാധനങ്ങളിലൊന്നാണ് പ്രൊട്ടക്റ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ, വ്യക്തിപരമായിട്ടുള്ള ഇൻഫർമേഷൻ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രൈവസി. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് കമ്മ്യൂണിക്കേഷൻ, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഒരു ഇന്ത്യൻ ഭരണഘടന പറയുന്ന പ്രകാരം നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ആ സാധനത്തിൻ്റെ സമ്പൂർണ്ണ ലംഘനമാണ് ഇവർ കാണിച്ചത്. ഇപ്പം നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ ഒരു ടെലിഫോൺ കമ്പനി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി എന്ന് വിളിക്കുന്നു, എന്തെങ്കിലും ഒരു കമ്പനി നമ്മൾ വിളിക്കുമ്പോഴത്തേനും അവർ പറയുന്നത്, സർ ഈ കോൾ ക്വാളിറ്റി റെക്കോർഡുകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്ന ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ പെർമിഷൻ എടുക്കാതെ, താല്പര്യമില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവർ ചോദിക്കുമല്ലോ, സാറിൻ്റെ നമ്പർ ഇന്ന കമ്പനികൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, വിരോധമുണ്ടോ? ഞങ്ങളുടെ സിസ്റ്റർ കൺസേണുകളിലേക്ക് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്, വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ചോദിക്കുന്നത്? അത് പെർമിഷൻ എടുക്കലാണ്. ഈ സാധനമാണ് അത് സംഭവം. അപ്പോൾ ഇവർ മഴവിൽ കേരളം എന്ന് പറയുന്നൊരു ചാനൽ ഓൾറെഡി ഇദ്ദേഹത്തെ സമീപിച്ച് ഇദ്ദേഹത്തെ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, കല്യാണം ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഈ ഒരു മഴവിൽ കേരളം എന്ന് പറയുന്നത് ഈ ചാനലിൽ വരുന്ന കുറേ സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നല്ലതുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ഈ ഒരു സാഹചര്യം നന്നായിട്ട് മുതലെടുത്തു. അപ്പോൾ കല്യാണം എടുക്കാൻ സമ്മതിച്ചില്ല, ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാനലിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇവർക്ക് പൂർണ്ണമായിട്ടും അറിയാം. എന്നിരുന്നാലും ഈ ഒരു സാധനത്തിൽ ഒരു കണ്ടൻറ്റ് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർ യൂസ് ചെയ്തു. കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല, അത് അവർ ചെയ്തത് ശരിയാണ്. പക്ഷേ ഒരാളുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്നൊരു സാധനമാണ്. മിനിമം അദ്ദേഹത്തെ അറിയിക്കണമായിരുന്നു, ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കോൾ റെക്കോർഡിംഗ് ആണ്, ഇത് ഞാൻ പുറത്ത് വിടും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും, ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു ഈ വീഡിയോ കാണുന്ന താൻ എൻ്റെ ഒരു ഭയങ്കര സുഹൃത്താണ്. ഞാൻ തന്നോട് വിശ്വസിച്ചൊരു കാര്യം പറയുക, താനത് പുറത്തു വിട്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ താൻ എന്നോട് വിശ്വസിച്ചൊരു കാര്യം പറയുക, ഞാനത് പുറത്തു വിട്ട് അങ്ങനെ ഇരിക്കും. അത് പുറത്ത് വിടില്ല എന്ന ഉറപ്പിൻ്റെ പേരിൽ പറയുന്നതും പുറത്ത് പോകും എന്ന അറിവുകൾ ഉള്ളൊരു സാധനത്തിൽ നമ്മൾ പറയുന്നതും രണ്ടായിരിക്കും. ആ സാധനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അത് സംസാരിക്കാൻ താല്പര്യമില്ല, നേരിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിൽ അവരൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് അതിലെ ബേസിക് സാധനം. ഏതായാലും പ്രണവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനൽ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനൽ അദ്ദേഹത്തിൻ്റെ പാർട്ട് ട്രിം ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് ട്രിം ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇതുവരെ കളഞ്ഞു, ഇല്ലെങ്കിൽ അത് കേസാകുമ്പോൾ സീനാവും. ഇനിയിപ്പോൾ ഇദ്ദേഹം കേസ് കൊടുത്ത് ആ വീഡിയോ മൊത്തത്തിൽ മാറാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവീൺ പറയുന്നുണ്ട്, അതിനുശേഷം അവരെ കോൺടാക്ട് ചെയ്തതാ ഈ ആശാ തൃപ്പൂണിത്തറ മേഡത്തെ കോൺടാക്ട് ചെയ്തു. അവർ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇവിടെ നിങ്ങൾ കാരണം എങ്ങനെയാണോ ഒരാൾക്ക് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുക? നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നം ദീ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു ചാനലിൽ കൂടെ വന്ന് ദീ പ്രശ്നത്തിനെ ഇവിടെ കയറ്റി വെച്ചു. അതാണ് നിങ്ങൾ ബേസിക്കലായിട്ട് ചെയ്ത സാധനം. നിങ്ങളെയൊക്കെ ഈ പൊസിഷനിൽ നിന്ന് മാറ്റണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ശരിക്കും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റൈറ്റ് ഡിസ്ട്രാക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന എല്ലാവരും കണ്ടന്റ് അവനെന്ത് പറ്റി ഇവനെന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ പൊന്നളയെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ റെക്കോർഡ് ചെയ്തോ, അവൻ റെക്കോർഡ് ചെയ്താൽ പുറത്തു പോയാലും പോകാത്ത സാധനം നിങ്ങൾ വേണം പറയാൻ. അല്ലാതെ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേനും നേരിട്ട് വരൂ, നേരിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് വരും, നേരിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്തുന്നതായിരിക്കും ഉചിതം. ഏതായാലും ഇത്തരം ഈ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളായിട്ട് എടുക്കുക. ഈ മറ്റുള്ളവർക്ക് നടക്കുന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട് അവനത് പറ്റി മണ്ടൻ പൊട്ടൻ എന്ന് പറയാതെ ഇങ്ങനെ മറ്റൊരാൾക്ക് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു പണി കിട്ടാതെ പ്രാവർത്തികമാക്കണം. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഫ്രോഡ് സംഭവിച്ചു, ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് മനസ്സങ്ങ് തുറന്നങ്ങ് വാചാലമാക്കി കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ജെനുവിനിറ്റി
ശ്രദ്ധിച്ചിട്ട് മാത്രം ഇതാക്കുക. ഈ ഫേക്ക് തംബ്നെയിലൊന്നും കൊടുക്കരുതോ. ഹ്യൂമൻ റൈറ്റ്സ് ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും കൊടുക്കായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വേറെ, ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം വേറെ. ഇത് പക്ക മിസ്ലീഡിങ് തംബ്നെയിലാണ്. ഈ മാത്രമല്ല ഈ ചാനലിനെ കുറിച്ച് പ്രവീൺ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അൺഓതറൈസ്ഡ് ആയിട്ട് അവരുടെ വെഡ്ഡിങ് ഇതാക്കാൻ ശ്രമിച്ചു, തംബ്നെയിൽ ഫേക്കായിട്ട് കൊടുത്തു, എന്തൊക്കെയാണ് ഈ ചാനൽ കാണിച്ചു കൊടുക്കുന്നത്. റീച്ചിന് വേണ്ടി എന്തും കാണിക്കുന്നൊരു ടൈപ്പിലാണ് ഇപ്പോഴത്തെ സംഭവം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ. പഴയതുപോലൊരു ബോണ്ടിങ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഈ കുടുംബം നന്നായിട്ട് പോട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.